ഹലോ അസ്സലാമു അലൈക്കും. ഇനി നമുക്ക് ഒരു നെയിം ആർട്ട് ചെയ്യാം കേട്ടോ. ഒരു കസ്റ്റമൈസ്ഡ് നെയിം ആർട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് എന്ന് വെച്ചാൽ പേപ്പർ കോപ്പിയാണ്. ഇവിടെ പേപ്പർ കോപ്പി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇമേജ് എനിക്ക് ഒരു പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാൻ ചെയ്തിട്ടുള്ളത് അന മുഖ്തലിഫ് എന്നുള്ള ആപ്പിൽ എഴുതി ഡിസൈൻ ചെയ്തതാണ്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. നമ്മുടെ കസ്റ്റമറിൻ്റെ നെയിം അവരേത് പേരാണോ പറഞ്ഞിട്ടുള്ളത് ആ ഒരു നെയിം നമുക്കിതുപോലെ ഭംഗിയായിട്ട് നമുക്ക് അന മുഖ്തലിഫ് ആപ്പിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പാണ് പേപ്പർ കോപ്പി. പേപ്പർ കോപ്പി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സിമ്പിളാണ്. അതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഗാലറിയിലേക്ക് ഫോട്ടോ പോവും. ആ ഒരു ഗാലറിയിൽ നിന്ന് നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫോട്ടോ എന്ത് ചെയ്യുക, ഇതിലേക്ക് സെലക്ട് ചെയ്തു ലോക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ, പേപ്പർ കോപ്പി ആപ്പ് മാത്രമായിട്ട് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ അതിലുള്ള ആ ഒരു താഴെ എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ അതങ്ങനെ നീങ്ങിപ്പോവില്ല. അപ്പോൾ നമുക്ക് വളരെ നീറ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രേസ് എടുക്കാൻ പറ്റും. പിന്നെ ട്രേസ് എടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇവിടെ ഞാൻ ട്രേസ് എടുത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബിഗിനേഴ്സിന് ഒരു വരുമാന മാർഗ്ഗമാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാലിഗ്രാഫിയൊക്കെ പ്രാക്ടീസ് ചെയ്ത് സ്വന്തമായിട്ട് എഴുതുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പേപ്പറിലേക്ക് ട്രേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഗ്ലിറ്ററാണ് യൂസ് ചെയ്യണം കേട്ടോ. ഗ്ലിറ്റർ വെച്ചിട്ടുള്ളൊരു കസ്റ്റമൈസ്ഡ് നെയിം ആർട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഏത് സൈസിലാണോ നമ്മൾ ഫ്രെയിം വാങ്ങിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫ്രെയിമിൻ്റെ സൈസിൽ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ചാർട്ടാണ്. ബ്ലാക്ക് ചാർട്ടും ഗോൾഡ് ഗ്ലിറ്ററാണ് കേട്ടോ തീമാക്കി എടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ ഒരു സൈസിൽ പേപ്പർ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ആദ്യം ട്രേസ് എടുത്ത് വെച്ച പേപ്പറില്ലേ, നമ്മൾ ഫോട്ടോ കോപ്പി ആപ്പ് യൂസ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് വെച്ച ആ ഒരു പേപ്പറിൻ്റെ പിറകിലായിട്ട് ഇതുപോലെ ചോക്ക് വെച്ചിട്ട് ഉരച്ചു കൊടുക്കുന്നുണ്ട്. അത് ട്രേസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ട്രേസിങ് ഷീറ്റ് യൂസ് ചെയ്യാം, ഗോൾഡ് കളർ ട്രേസിങ് ഷീറ്റ് യൂസ് ചെയ്യാം. അതല്ല ഇതേപോലെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ യെല്ലോ കാർബൺ ഷീറ്റിനേക്കാളും കുറച്ചും കൂടെ നല്ല നീറ്റിൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു മെത്തേഡാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബ്ലാക്ക് ചാർട്ടിൻ്റെ മേലെയായിട്ട് നന്നായിട്ട് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ വെച്ച് കൊടുക്കാം. പിന്നെ ഒരുപാട് അതിൽ നമ്മൾ വരയേണ്ട ആവശ്യം, അതായത് ട്രേസ് വരുമല്ലോ, നിങ്ങൾ കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ ട്രേസ് എടുത്ത് കൊടുക്കുക. നമ്മളെങ്ങനെയാണ് നമ്മൾ അച്ചടിക്കില്ലേ, പണ്ട് ചെറുപ്പത്തിലൊക്കെ കറണ്ടിൻ്റെ ബില്ല്, എനിക്ക് നല്ല ഓർമ്മയാണ്, കറണ്ടിൻ്റെ ബില്ല് വരുമ്പം അതിലൊരു അച്ചടി കിട്ടുമായിരുന്നു, ട്രേസിങ് ഷീറ്റ്. അപ്പോൾ അതിങ്ങനെ എനിക്കാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഓടുമായിരുന്നു. ഫസ്റ്റ് എത്തുന്ന ആൾക്കാർക്കും ആ ഒരു ട്രേസിങ് ഷീറ്റ് കിട്ടുക. അപ്പോൾ ഇതുപോലെ ട്രേസ് എടുക്കുന്നുണ്ട്. നിങ്ങൾ ട്രേസ് എടുക്കുന്നതിന് ഫസ്റ്റ് തന്നെ ഒന്ന് നോക്കുക കേട്ടോ, അതിൻ്റെ ബാക്ക് സൈഡിൽ അത് ഓക്കെ ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇത് നോക്കണേക്കാട്ടും നല്ലത് ഫസ്റ്റ് തന്നെ ഒന്ന് നോക്കി ഉറപ്പ് വരുത്താം. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ട്രേസ് എടുത്ത് കൊടുക്കണം. അപ്പോൾ ട്രേസ് എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എഴുതുവാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെൻസിൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു ചാർട്ട് പേപ്പറിൽ എഴുതി കൊടുക്കാം. പക്ഷേങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ഫസ്റ്റ് ഒന്ന് ഡിസൈന് ഫൈനലാക്കിയതിന് ശേഷം ട്രേസ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിങ്ങനെ ട്രേസ് കംപ്ലീറ്റ് എടുത്തതിന് ശേഷം ഗ്ലിറ്റർ പൊടിയും ഗ്ലൂവും ഒക്കെ വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ഇംഗ്ലീഷ് കാലിഗ്രാഫിയുടെ ഫ്രീ കോഴ്സ് കൊടുക്കുന്നുണ്ട്. അത് എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ജോയിൻ ചെയ്യണേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് കംപ്ലീറ്റ് ട്രേസ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ട്രേസ് ആക്കിയിട്ടുണ്ട് ഡിസൈന്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം കറക്ഷൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്ഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ട്രേസ് എടുത്ത് ചോക്ക് വെച്ച് ട്രേസ് എടുക്കുമ്പോൾ നമ്മൾ തുടച്ചാലൊന്നും അത് ഇതിൽ നിന്ന് പോവില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നും കൂടെ ചെയ്യേണ്ടി വരും. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ട്യൂബായിട്ട് വരുന്ന ഒരു ഗ്ലൂ ആണ് കേട്ടോ. അപ്പോൾ ഗ്ലൂ കറക്റ്റ് വരുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഔട്ട്ലൈന് ഫസ്റ്റിലിട്ട് കൊടുത്തിട്ട് കംപ്ലീറ്റ് നമുക്കിത് ഗ്ലൂ കൊണ്ട് എഴുതണം.
അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ എഴുതുക. ഇങ്ങനെയുള്ള ഗ്ലൂ ബോട്ടിൽ വാങ്ങുന്നതായിരിക്കും നല്ലത്. നമ്മൾ ബ്രഷ് വെച്ചൊക്കെ ചെയ്യുമ്പം ഇത്ര പെർഫെക്ഷൻ കിട്ടില്ല. അതുപോലെ തന്നെ ചെയ്യുന്ന സമയത്ത് നല്ല കട്ടിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഒരു പെയിൻറ്റ് ചെയ്യണ പോലെ അല്ലാണ്ട് അതിനെ കൊണ്ട് എഴുതി തന്നെ ചെയ്യാം. അത് നമ്മൾ അക്രിലിക് കോൺസ് ഒക്കെ യൂസ് ചെയ്യാറില്ലേ, അതേപോലൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ എഴുതി ഈ ഗ്ലിറ്റർ പൊടിയൊക്കെ ഇട്ട് ഉണങ്ങുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമുക്ക് ഇതേപോലൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കംപ്ലീറ്റ് എന്ത് ചെയ്യുക, ഇതേപോലൊക്കെ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഗോൾഡ് ഗ്ലിറ്റർ പൗഡർ എന്ത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റൊക്കെ ഇത് ഡ്രൈ ആവാനായിട്ട് വെക്കുക കേട്ടോ. ആ ഒരു ഗ്ലിറ്റർ ഇട്ട സമയത്ത് തന്നെ ഒഴിവാക്കരുത്, കുറച്ച് ടൈം എടുത്തിട്ട് അതവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യുക, ഗ്ലിറ്റർ ആവശ്യമില്ലാത്ത ഗ്ലിറ്റർ അതിൽ നിന്ന് കൊട്ടി കളയാം. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ ഒന്നും കൂടെ മാറുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ടെക്സ്ചറായിട്ട് മാറുന്നുണ്ട്. പിന്നെ നമുക്കിത് ഫ്രെയിം ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു 650-700 രൂപയൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനൊരുപാട് ചിലവൊന്നും വരുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ്